പിണറായി വിജയനെ നിർത്തിയങ്ങ് അപമാനിച്ച് ഗീതാ ഗോപി. CPI നേതാവും നാട്ടിക MLA-യുമാണ് ഗീതാ ഗോപി. ഗീതാ ഗോപി 2011 നാട്ടികയിൽ നിന്ന് ജയിച്ചു. 2016 അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നാട്ടികയിൽ നിന്ന് CPI അല്ലെങ്കിൽ LDF ടിക്കറ്റ് ജയിച്ചു വന്നയാളാണ്. 2021 ഗീതാ ഗോപി മാറി നിന്ന് പകരം അവിടെ CC മുകുന്ദനാണ് CPIക്ക് വേണ്ടി മത്സരിച്ചത്. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ തന്നെ CC മുകുന്ദൻ CPI-യുമായി തെറ്റി, അത് പേയ്മെന്റ് സീറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് BJP-യിലേക്ക് പോയി. 2026 അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാര്യമൊക്കെ ചരിത്രമാണ്. പക്ഷേ 2026 ഗീതാ ഗോപി തന്നെയാണ് നാട്ടികയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. ഇപ്പോൾ ഗീതാ ഗോപി നിയമസഭയിൽ ഉന്നയിച്ച ഒരു വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. 2011 ഗീതാ ഗോപി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ്, നാട്ടിക പ്രതിനിധീകരിച്ച ആളാണ്. 16 2026 അങ്ങനെ 3 തവണയായി നാട്ടികയെ പ്രതിനിധീകരിച്ച ആളാണ് ഗീതാ ഗോപി. ഗീതാ ഗോപി പറയുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, അന്തിക്കാട് സ്റ്റേഷനിൽ പോലീസുകാരില്ല, വേണ്ടത്ര പോലീസുകാരില്ല, പോലീസ് ജീപ്പ് പോലുമില്ല. മറ്റൊന്ന്, പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ അനുവദിക്കണം, അവിടെ 88 സെന്റ് ഭൂമി കിടപ്പുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ആഭ്യന്തര വകുപ്പ്, റവന്യൂ വകുപ്പുമായി ചർച്ച ചെയ്ത് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണം. അതായത് തൻ്റെ നാട്ടിക അടക്കമുള്ള പ്രദേശങ്ങളിൽ അരക്ഷിതാവസ്ഥയാണ്, വേണ്ടപ്പെട്ട പോലീസുകാരില്ല, അരാജകത്വം നടമാടുകയാണ്, വേണ്ടത്ര പോലീസുകാരില്ലാത്തത് മൂലം വലിയ അരക്ഷിതാവസ്ഥയിലാണ്. ആരോടാണ് പറയുന്നത്? 10-40 ദിവസം പ്രായമായ ഈ UDF സർക്കാരിനോടാണ്. എന്തുകൊണ്ടാണ് ഗീതാ ഗോപി ഈ ഒരു വിഷയം 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നാട്ടികയിലുണ്ടായിരുന്നതല്ലേ? എന്തുകൊണ്ട് ഗീതാ ഗോപി അന്ന് ഈ വിഷയം ഉന്നയിച്ചില്ല? പെരിങ്ങോട്ടുകരയിൽ ഒരു സ്റ്റേഷൻ വേണമെന്ന് എന്തുകൊണ്ടാണ് അന്ന് ഗീതാ ഗോപി ഉന്നയിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അന്തിക്കാട് സ്റ്റേഷനിൽ വേണ്ടത്ര സൗകര്യമില്ല എന്ന് ഉന്നയിക്കാതിരുന്നത്? അന്ന് പിണറായി വിജയൻ ആയിരുന്നില്ലേ മുഖ്യമന്ത്രി? അദ്ദേഹമായിരുന്നില്ലേ ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്നത്? എന്തുകൊണ്ടാണ് അന്ന് 2016 മുതൽ 5 വർഷം എന്തുകൊണ്ടാണ് ഗീതാ ഗോപി ഈ വിഷയത്തിൽ മൗനം പാലിച്ചത്? ഇനി ഗീതാ ഗോപിയുടെ കാര്യം പോകട്ടെ. 2021 അവിടെ CC മുകുന്ദനായിരുന്നല്ലോ CPI-യുടെ നേതാവ്, CPI-യുടെ MLA. എന്തുകൊണ്ടാണ് ഈ വിഷയം 5 വർഷം CC മുകുന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ അവതരിപ്പിക്കാതിരുന്നത്? പിണറായി വിജയനായിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി. എന്തുകൊണ്ടാണ് CC മുകുന്ദൻ ഈ വിഷയം ഉന്നയിക്കാതിരുന്നത്? അന്തിക്കാട് വേണ്ടത്ര സൗകര്യം പോലീസ് സ്റ്റേഷനില്ല, അവിടെ ജീപ്പില്ല, വേണ്ടത്ര പോലീസുകാരില്ല. പെരിങ്ങോട്ടുകരയിൽ 88 സെന്റ് വസ്തുവുണ്ട്, അവിടെ പോലീസ് സ്റ്റേഷൻ വേണം, അവിടെ അടിയന്തരമായി പോലീസ് സ്റ്റേഷൻ വേണം, അവിടെ അരാജകത്വം നിലനിൽക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടെയായ പിണറായി വിജയൻ, ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ പെരിങ്ങോട്ടുകരയിൽ അനുവദിക്കണം, അന്തിക്കാട് സ്റ്റേഷനിൽ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് എന്തുകൊണ്ടാണ് CC മുകുന്ദനും ഗീതാ ഗോപിയും ഈ 10 വർഷക്കാലം മിണ്ടാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ശരിയല്ലേ? 10 വർഷം ഇവരെന്ത് ചെയ്യുകയായിരുന്നു? ഗീതാ ഗോപി 5 വർഷം 2016 മുതൽ 2021 വരെ ഗീതാ ഗോപി എന്തുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചില്ല? 2021 തിരഞ്ഞെടുക്കപ്പെട്ട CC മുകുന്ദൻ എന്തുകൊണ്ട് 2026 വരെ ഈ ഒരു വിഷയം ഉന്നയിച്ചില്ല? ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ മുന്നിൽ ഇത്തരമൊരു വിഷയം ഉന്നയിക്കാതെ ഇപ്പോൾ കിടന്ന് കരയുന്നതിൽ എന്താണ് ന്യായം? എന്താണ് ഇക്കാര്യത്തിൽ ഒരു ന്യായമുള്ളത്? ഇപ്പോൾ പിണറായി വിജയൻ ഈ ഗീതാ ഗോപി ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ സഭയിലുണ്ട്, അദ്ദേഹം അങ്ങ് നിന്നുരുകുകയാണ്, അവിടെ ഇരുന്ന സീറ്റിലിരുന്നങ്ങ് തൊലി പൊളിഞ്ഞു പോവുകയാണ്. ഗീതാ ഗോപി ഇത് പറയുമ്പോൾ ആ ജോജി എന്ന സിനിമയിൽ ഡയലോഗ് കടമെടുത്താൽ പിണറായി വിജയനെ നിർത്തിയങ്ങ് അപമാനിക്കുകയായിരുന്നില്ലേ ഗീതാ ഗോപി ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ആ സഭയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മൗനം പാലിച്ച് പതുങ്ങിയിരിക്കുകയായിരുന്നു. ഗീതാ ഗോപിയുടെ ആ വാക്ക് കേൾക്കാം. ഏതായാലും ഗീതാ ഗോപിയുടെ ഈ ഒരു ആവശ്യം പരിഗണിക്കാമെന്നും എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ 10 വർഷം ആഭ്യന്തര വകുപ്പ് കൈയാളിയ പിണറായി വിജയൻ അവിടെ ഉണ്ട്. അദ്ദേഹം ഈ ചെന്നിത്തലയുടെ മറുപടി കേട്ട് ഈ ജോജിയിലെ ഡയലോഗ് പോലെ നിർത്തി അങ്ങ് അപമാനിക്കുകയായിരുന്നു ചെന്നിത്തലയും
ചെന്നിത്തലയും, ചുരുക്കത്തിൽ ഗീതാ ഗോപിയും ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയും കൂടി പിണറായി വിജയനെ സഭയിൽ നിർത്തിയങ്ങ് അപമാനിക്കുകയാണ് ചെയ്തത്. പിണറായി വിജയൻ ഇതെല്ലാം കേട്ടുകൊണ്ട് മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ലേ 2016 മുതൽ 2026 വരെ പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല എന്നുള്ള കാര്യം, അവിടെ 88 സെന്റ് വെറുതെ കിടക്കുന്ന കാര്യം, അതേപോലെ അന്തിക്കാട് സ്റ്റേഷനിൽ വേണ്ടത്ര സൗകര്യമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളിയ പിണറായി വിജയൻ ദയനീയ പരാജയമായിരുന്നില്ലേ ഈ പറയുന്ന ഗീതാ ഗോപിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, നാട്ടികയുമായി ബന്ധപ്പെട്ട്, അന്തിക്കാടുമായി ബന്ധപ്പെട്ട്, പെരിങ്ങോട്ടുകരയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ, പോലീസ് വകുപ്പിനെ ഭരിച്ച മന്ത്രി എന്ന നിലയിൽ ശുദ്ധ പരാജയമായിരുന്നുവെന്നാണ് ഗീതാ ഗോപി MLA-യും ആഭ്യന്തരമന്ത്രിയും കൂടി പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം. ഗീതാ ഗോപി MLA-യുടെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ചോദ്യവും ഉത്തരവും നമുക്കിനി കേൾക്കാം. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ നിർത്തിയങ്ങ് അപമാനിക്കുകയാണ് രണ്ടുപേരും ചെയ്തത്. ഒരു 3 പോലീസിനെങ്കിലും അന്തിക്കാട് സ്റ്റേഷനിൽ അഡീഷണൽ ആയിട്ട് ഇടുക സാർ. നല്ലൊരു വാഹനം അങ്ങ് അവിടേക്ക് കൊടുക്കുക. നിയമനിർമ്മാണ സഭയുടെ ശ്രീകോവിലിൽ 3ാമത്തെ തവണയാണ് സാർ ഞാൻ ഈ നിയമസഭയിൽ എത്തുന്നത്. സാർ, ആ ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. സാർ, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാർ, അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സാർ, ഒരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല സാർ. ഒരു സബ്മിഷൻ അങ്ങ് ഓർക്കുന്നുണ്ടാവും. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രി ആകുമ്പോൾ പെരിങ്ങോട്ടുകരയിൽ ഒരു ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. സാർ, ഇവിടെ ഞാൻ പ്രകടമാക്കുന്നത് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ക്രമസമാധാനം നിലനിർത്തുക, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുക, അക്രമസക്തമായ കേസുകൾ കൂടി വരിക. അന്തിക്കാട് പോലുള്ള സ്റ്റേഷനിൽ പരിമിതമായ സ്ഥലമുള്ളൂ സാർ, സ്റ്റാഫുകളില്ല സാർ, മര്യാദയ്ക്ക് അവർക്ക് കേസുകൾ അന്വേഷിക്കാൻ ഒരു വാഹനമില്ല സാർ. ഞാനിത് ഇവിടെ അല്ലാതെ എവിടെ പറയാം സാർ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ആ പ്രദേശം പരിചയമാണ്, അവിടെ വന്നിട്ടുള്ളതാണ്. ഔട്ട് പോസ്റ്റ് നാട്ടുകാർ പണിത, അദ്ദേഹം അത് നാടിനെ സമർപ്പിച്ചതാണ്. എൻ്റെ ആവശ്യം 88 സെന്റ് ഭൂമി പെരിങ്ങോട്ടുകരയിലുണ്ട് സാർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഈ പോലീസ് സ്റ്റേഷന് വേണ്ടി മാറ്റിത്തന്ന് അതിന് പുതിയൊരു കെട്ടിടം പണിത് ക്യാബിനറ്റ് തീരുമാനം പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്യമണ്ഡലത്തിന് വലിയൊരു അഭിമാനമാണ് സാർ. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു സാർ. അന്വേഷിക്കാൻ പോലീസ് കുറവ്. ഒരു വാഹനം മര്യാദയ്ക്കില്ല ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി. അന്തിക്കാട് സ്റ്റേഷൻ പോലെ 3 സ്റ്റേഷനാണ്, വലപ്പാട്, അന്തിക്കാട്, ചേർപ്പ്. അങ്ങൊന്ന് പരിശോധിക്കണം. SP വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഈ പോലീസ് സ്റ്റേഷൻ വരെ ML അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കാം സാർ. ഒരു ക്യാബിനറ്റ് ഡിസിഷൻ പെരിങ്ങോട്ട് ഒരു പോലീസ് സ്റ്റേഷൻ വരണമെന്ന് അങ്ങ് ഈ സബ്മിഷനിലൂടെ ഒരു മറുപടി തന്നാൽ തീർച്ചയായിട്ടും പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണം. ജനകീയ സമിതിയും ജനകീയ ആവശ്യങ്ങൾ അവിടെ ഏറെ കൂടി വന്നിരിക്കുന്നു സാർ. കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു. ഒരു 3 പോലീസിനെങ്കിലും അന്തിക്കാട് സ്റ്റേഷനിൽ അഡീഷണൽ ആയിട്ട് ഇടുക സാർ. ഒരു വാഹനം നല്ലൊരു വാഹനം അങ്ങ് അവിടേക്ക് കൊടുക്കുക. ഒരു 10 ഒന്നല്ലെങ്കിൽ അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ 10 വർഷം ഞാൻ ഈ സഭയിൽ ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല 3ാമത്തെ തവണയും ജനങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചേക്കല്ലേ സാർ. ആ ജനങ്ങളുടെ ആവശ്യം ഇവിടെ പറയുമ്പോൾ അത് അനുകൂലമായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എടുക്കുമെന്നുള്ള വിഷയമാണ് ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. 5 പഞ്ചായത്തുകളും 16 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി 1300-ൽ പരം ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോലീസ് ഈ കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. സാർ, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈം കേസുകളുടെ എണ്ണം, സ്റ്റേഷൻ പരിധിയുടെ വിസ്തീർണം, ജനസംഖ്യ തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് നിരവധിയായ അപേക്ഷകൾ പുതിയ പോലീസ് സ്റ്റേഷന് വേണ്ടി ഉയർന്നു വരുന്നുണ്ട്. ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കേസുകളുടെ എണ്ണം, ജനസാന്ദ്രത, വിസ്തൃതി എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ പോവുകയാണ്. എവിടെല്ലാമാണ് ആദ്യം പോലീസ് സ്റ്റേഷനുകൾ വേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അത് അങ്ങ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞ ഗീതാ ഗോപി പറഞ്ഞത് ശരിയാണ്. പെരിങ്ങോട്ടുകരയിൽ നമ്മൾ അന്ന് ഒരു ഔട്ട് പോസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തതാണ്, നാട്ടുകാർ നിർമ്മിച്ചു തന്നതാണ്, അതെല്ലാം വാസ്തവമാണ്. ഏതായാലും ഒരു കാര്യം ഞാനിപ്പോൾ അംഗീകരിക്കുന്നു, അന്തിക്കാട് പോലീസ് സ്റ്റേഷനൊരു പുതിയ വാഹനം ഉടൻ തന്നെ നൽകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.